നേരം പുലർച്ചെയാണ്. ചെറിയ മയക്കത്തിലായിരുന്നു നമ്മുടെ കഥാനായിക. ഇവളുടെ പേര് ദ്രാസ. ഇപ്പൊ ഒരു മിഷന്റെ ഭാഗമായിട്ട് പുറത്തു പറയാൻ പറ്റാത്ത ഒരു ലൊക്കേഷനിലാണ്. ഏതോ ഒരു മലയിൽ ചെറിയൊരു സ്ഥലത്ത്, വളരെ കുറച്ച് സ്ഥലത്ത് കഴിഞ്ഞ 10 ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകുന്നു. രാവിലെ എണീറ്റ് ദ്രാസ പല്ലൊക്കെ തേക്കുന്ന സമയത്ത് കുറെ ദൂരെയായിട്ട് ഒരു പ്ലെയിൻ ലാൻഡ് ചെയ്യുന്ന ശബ്ദം കേട്ടു. ഉടനടി അവൾ അലേർട്ടായി അവളുടെ സ്നൈപ്പർ എടുത്ത് ആ ഡയറക്ഷനിലേക്ക് പോയിന്റ് ചെയ്തു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് അവിടുന്ന് കുറെ ദൂരെ, ഇങ്ങ് ദൂരെ ഈ മലയിൽ നിന്ന് കൃത്യമായി എയിം ചെയ്ത് ഫ്ലൈറ്റിൽ വന്നിറങ്ങിയ വ്യക്തിയെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു. ഇതായിരുന്നു ദ്രാസയ്ക്ക് കിട്ടിയ മിഷൻ. ആളൊരു സ്നൈപ്പറാണ്. ദ്രാസ ആരെയാണ് കൊന്നത്, ആരാണ് അവളെ ഈ മിഷൻ ഏൽപ്പിച്ചത്, ക്രിമിനൽ ആണോ സോൾജിയർ ആണോ, അതൊന്നും നമുക്കിപ്പോൾ കാണിച്ചു തരുന്നില്ല. ആ ഒരു സീനോടെ കട്ടായാൽ അടുത്ത സീനിൽ നമുക്ക് കാണിച്ചു തരുന്നത് ഈ പുള്ളിക്കാരനാണ് നമ്മുടെ കഥാനായകൻ. ഇദ്ദേഹത്തെ നമുക്ക് ലെവി എന്ന് വിളിക്കാം. രവി അല്ല, ലെവി. കറക്റ്റായിട്ട് ലീവായി എന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിച്ചോ. ഇവനും ഒരു സ്നൈപ്പറാണ്. ഒരുപാട് മിഷൻസ് ഒക്കെ ഏറ്റെടുത്ത് ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു ട്രോമയിലാണ് ആൾ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. പാതിരാത്രി സമയം എന്തൊക്കെയോ ഓർത്ത് ഞെട്ടി എണീറ്റ് വല്ലാത്തൊരു അവസ്ഥയിലായി പുള്ളിക്കാരൻ നേരെ ഒരു ബീച്ചിൽ പോയി ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കണ്ടില്ലേ. സംഭവം ആളുടെ പാസ്റ്റ്, ആൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആളെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. നേരം പുലരുന്നതുവരെ അവിടെ അങ്ങനെ കുത്തിയിരുന്നു. ആളുടെ ഡയറിയിൽ എന്തൊക്കെയോ ഇങ്ങനെ കുറിക്കുന്നത് കാണാം. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ക്യാമ്പ് പെൻഡിൽടണിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കണമെന്ന് ഇവന്റെ ഫോണിൽ മെസ്സേജ് വന്നു. അവർ തന്നെ വന്ന് പിക്ക് ചെയ്തോളൂ. റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഗവൺമെന്റ് ഒഫീഷ്യൽസിൽ നിന്നുള്ള സ്ട്രിക്റ്റ് ഓർഡർ ആണത്രേ. ഓക്കെ, സിനിമയുടെ കഥയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ കൊല്ലം 2025 റിലീസായ ദ ഗോർജ് എന്ന സിനിമയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആപ്പിൾ TV+ സിനിമ അവൈലബിൾ ആണ്. സബ്സ്ക്രിപ്ഷൻ ഉള്ള ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. നല്ലൊരു അടിപൊളി സിനിമയാണ്. ഗംഭീര പ്രൊഡക്ഷൻ ക്വാളിറ്റി. ആപ്പിൾ TV സൈഡിൽ നിന്ന് വരുന്ന സിനിമകളും സീരീസുകളും ഒക്കെ വേറെ ലെവൽ ക്വാളിറ്റി ആയിരിക്കും, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇവിടെ നമുക്ക് സിനിമയുടെ കഥ ഡീറ്റെയിൽ ആയിട്ട് കേട്ട് മനസ്സിലാക്കാം. തുടർന്ന് കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരത്തിലുള്ള കൂടുതൽ സിനിമകൾ കാണാം. ആൻഡ് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. യൂട്യൂബിന്റെ ഇന്റർഫേസ് കാരണമായിരിക്കും പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നത്. ഞാൻ പ്രത്യേകം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. സിനിമ കണ്ടു തീർത്തതിന് ശേഷം പറയാനുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ സ്പോയിലേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാതെ കമന്റ് ചെയ്താൽ നന്നായിരിക്കും. ബാക്ക് ടു നമ്മുടെ സ്റ്റോറി. ക്യാമ്പിലെത്തി നമ്മുടെ ഹീറോയുടെ അടുത്ത് ഉയർന്ന പൊസിഷനിലുള്ള ഒരു സ്ത്രീ വന്ന് സംസാരിക്കുന്നുണ്ട്. ഈ കാണുന്ന ഇവരാണ് ആള്. ഐഡന്റിറ്റി ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റൂല കേട്ടോ. നമ്മുടെ ലെവിയുടെ ഭൂതവും വർത്തമാനവും ഒക്കെ ഇവർക്ക് നന്നായിട്ട് അറിയാം. ഗവൺമെന്റിന് വേണ്ടി ഒരുപാട് മിഷൻസ് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഒഫീഷ്യൽ റെക്കോർഡ്സ് പ്രകാരം 200-ലധികം ആളുകളെ കൊന്നിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു. അതിൽ കൂടുതൽ ആളുകളെ കൊന്നിട്ടുണ്ടെന്നാണ് ഹീറോ പറയുന്നത്. ലെവി മാത്രമല്ല, ലെവിയുടെ അച്ഛനും അവന്റെ മുത്തച്ഛനും ഒക്കെ ഇവർക്ക് വേണ്ടി പല കാലങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരുപാട് കാലം മറൈൻ കോർപ്സിന് വേണ്ടി വർക്ക് ചെയ്തത് കൂടാതെ പ്രൈവറ്റ് ആളുകൾക്ക് വേണ്ടി ഇവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് നാളായിട്ട് മിഷൻസ് ഒന്നും ഏറ്റെടുക്കാറില്ല. കാരണമായിട്ട് പറയുന്നത്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ ഇവൻ ഒരു മിഷൻ അൺഫിറ്റ് ആണെന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നതെന്ന്. രണ്ടാമതൊന്ന് ചെക്ക് ചെയ്യാനോ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനോ ഹീറോ തയ്യാറായില്ല. ജസ്റ്റ് അവിടെ മുതൽ എല്ലാം ഉപേക്ഷിച്ച് പീസ്ഫുൾ ആയിട്ട് മുന്നോട്ട് ജീവിതം നയിക്കാൻ തീരുമാനിച്ച് അങ്ങനെ അങ്ങ് ഒതുങ്ങി പോകുമായിരുന്നു. എന്നാൽ ഇവിടെ ഈ സ്ത്രീ നമ്മുടെ ഹീറോയെ വിളിച്ചു വരുത്തി ഇവനെ വളരെ പ്രധാനപ്പെട്ട ഒരു മിഷൻ ഏൽപ്പിക്കുന്നു. തൽക്കാലം ഈ സ്ത്രീയെ നമുക്ക് ഹെഡ് എന്ന് വിളിക്കാം. ലെവിക്ക് മിഷൻ ഏറ്റെടുക്കാൻ താല്പര്യമില്ലെന്നാണെങ്കിലും ഇവർ ഓരോന്ന് പറഞ്ഞ് ഇവനെ കൺവിൻസ് ചെയ്യും. അതിലൊക്കെ പിന്നെ അവർ എക്സ്പേർട്ട് ആണല്ലോ. ഇത്രയും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഹെഡിനെ ഇവനെ പോലെ ഒരാളെ കൺവിൻസ് ചെയ്യാനാണോ പാട്. അവിടുന്ന് കിട്ടിയതാൽ അടുത്ത സീനിൽ ലിത്വേനിയയിലുള്ള പെർവാൽക്ക എന്ന സ്ഥലത്ത് വരുന്ന നമ്മുടെ ഹീറോയിനെയാണ് കാണിച്ചു തരുന്നത്. ദ്രാസ ഇവിടെ അവളുടെ അച്ഛനെ കാണാൻ വന്നട്ടോ. അദ്ദേഹത്തിന് ക്യാൻസർ ആണിപ്പോൾ. അധികകാലം ജീവനോടുണ്ടാവത്തിരുന്ന അദ്ദേഹത്തിന് വ്യക്തമായി അറിയാം. പുള്ളിക്കാരനും ഒരു പ്രൊഫഷണൽ കില്ലർ ആയിരുന്നു. പുലിക്ക് പൂച്ചക്കുട്ടി ജനിക്കത്തില്ലല്ലോ. ദ്രാസയും വേറെ ലെവലാണ്. വർഷങ്ങൾക്ക് മുന്നേ ദ്രാസയുടെ അമ്മ മരണപ്പെട്ടതാണ്. അതിനുശേഷം അച്ഛന്റെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങിൽ വളർന്നു വന്ന ദ്രാസ മിനിമം ഒരു പുലിക്കുട്ടിയെങ്കിലും ആയില്ലെങ്കിൽ എങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് കൃത്യസമയത്ത് കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കും. ഇപ്പൊ ഇരുവരും ദ്രാസയുടെ അമ്മയുടെ കല്ലറക്കൽ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ക്യാൻസർ കാരണം ഇവളുടെ അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനി അധികകാലം ജീവനോടിരിക്കാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കടുത്ത തീരുമാനം എടുത്തു. അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിച്ചേക്കാവുന്നു. ഓരോ നിമിഷവും നരകിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നതാണെന്ന് തീരുമാനിച്ചു. ഈ വരുന്ന ഫെബ്രുവരി 14 അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കും. ആ സമയം ദ്രാസ ഇവിടെ ഉണ്ടാവത്തില്ല. അവൾക്ക് പുതിയ മിഷൻ കിട്ടിയിട്ടുണ്ട്. സ്വന്തം അച്ഛൻ ജീവിതം അവസാനിപ്പിക്കും എന്ന് പറയുമ്പോഴും അത് മനസ്സിലാക്കാനുള്ള പക്വതയും ബോധവും ഒക്കെ അവൾക്കുണ്ട്. വീക്കായിട്ടുള്ള പേഴ്സൺ ഒന്നുമല്ല ഇവളുടെ അച്ഛൻ. അദ്ദേഹം വളരെ സ്ട്രോങ് ആണ്. അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അത്ര കണ്ട് ആലോചിച്ചിട്ടാണെന്ന് ദ്രാസയ്ക്ക് മനസ്സിലാക്കാം. അവിടുന്ന് കിട്ടിയതാൽ സെപ്റ്റംബർ മാസം നമ്മുടെ ഹീറോ ലെവിയെ പുതിയ മിഷന് വേണ്ടി ആ പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. ഒരു പ്രത്യേക സ്ഥലത്തുള്ള ഗോർജിലാണ് ഇവന് ഡ്യൂട്ടി. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും പലർക്കും അറിയില്ല. അതീവ രഹസ്യമായി ഗവൺമെന്റ് കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ രഹസ്യങ്ങളെ പറ്റി ഈവൻ നമ്മുടെ ഹീറോയ്ക്ക് പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല. കറക്റ്റ് ലൊക്കേഷനെ പറ്റി പോലും ഒരു ധാരണ കൊടുക്കുന്നില്ല. പ്ലെയിനിൽ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യും. ഹീറോയും പാരഷൂട്ട് യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അവിടെ ലാൻഡ് ചെയ്യും. ഇവിടെ ലാൻഡ് ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒക്കെ കിട്ടുമെന്നാണ് ഇവനെ അറിയിച്ചിരുന്നത്. നിലത്തിറങ്ങി കഴിഞ്ഞ് ആദ്യം 1-2 ദിവസത്തേക്ക് നമ്മുടെ ഹീറോ ഗോർജുള്ള ലൊക്കേഷനിലേക്ക് നടന്നും മലയൊക്കെ വലിഞ്ഞു കയറിയും അങ്ങനെയൊക്കെ പോകേണ്ടി വരുന്നുണ്ട്. ഇത്തിരിയേറെ ബുദ്ധിമുട്ട് പിടിച്ച യാത്രയായിരുന്നു. രാത്രി സമയത്തൊക്കെ കാട്ടിലൊക്കെ കിടന്നുറങ്ങി പകൽ പരമാവധി ട്രാവൽ ചെയ്ത് മലയും കുന്നും ഒക്കെ വലിഞ്ഞു കയറി അങ്ങനെ ഗോർജുള്ള അവിടെ എത്തി. ലെവിക്ക് മുമ്പ് ഈ ഗോർജിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. പേര് ജേഡി. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അവസാനിക്കാറായി. ഏതാണ്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് പുള്ളിക്കാരൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ലെവിക്ക് ഗോർജിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് ഇദ്ദേഹം ഇവിടുന്ന് തിരികെ പോകും. ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അവസാനിച്ചു. ഹലോ, ഇത്രയും നാൾ ഞാൻ ചെയ്ത ജോലി ഇനി ചെയ്യേണ്ടത് നീയാണ്. അവർ നിനക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്? അത്
ആക്ച്വലി കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഇത് ഏത് രാജ്യത്താണെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഓ സ്വാഭാവികം, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. ഇത് ഏത് രാജ്യമാണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും വാ, എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ കാണുന്ന ഈ ഒരു ടവർ കണ്ടില്ലേ, അടുത്ത 365 ദിവസത്തേക്ക് ഇതാണ് നിന്റെ ഹോം. വെസ്റ്റ് ടവർ, അപ്പുറത്ത് ഈസ്റ്റ് ടവർ വേറെ ഉണ്ട്, അത് നമ്മുടെ കൺട്രോളല്ല. നമ്മുടെ രാജ്യം ഇവിടേക്ക് ആളെ നിയമിക്കും, ഈസ്റ്റിലുള്ള രാജ്യം അപ്പുറത്ത് ആളെ നിയമിക്കും. ഈസ്റ്റും വെസ്റ്റും തമ്മിൽ അങ്ങനെ കോൺടാക്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നിനക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സോളാർ പവറിൽ റൺ ആയിക്കോളും, ബാക്കപ്പ് ജനറേറ്റർ ഉണ്ട്, റെയിൻ സിസ്റ്റം വരെ ഉണ്ട്. പിന്നെ സമയം പോകാൻ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്, ചെടികളൊക്കെ പരിപാലിച്ചോണം. പിന്നെ ഇവിടെ ആവശ്യത്തിന് വെപ്പൺസ് ഉണ്ട്, എല്ലാത്തിന്റെയും ആമൊക്കെ കറക്റ്റ് ആയിട്ട് ലോഡ് ചെയ്ത് കീപ്പ് ചെയ്തോണം. ഗോർജിന്റെ ഇരു സൈഡുകളിലായിട്ടും ഓരോ കിലോമീറ്റർ ഇടവിട്ട് ക്ലോക്കേഴ്സ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിന് മുകളിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന സ്പൈ സാറ്റലൈറ്റുകളിലേക്ക് 4 സിഗ്നൽ അയച്ച് ഇവിടെ ഇങ്ങനെ ഒരു ഗോർജുള്ള കാര്യം പുറത്തറിയിക്കാതെ കീപ്പ് ചെയ്യുന്നത് ഈ ക്ലോക്കേഴ്സ് ആണ്. ആൻഡ് വെരി വെരി ഇമ്പോർട്ടന്റ്ലി, എല്ലാ 30 ദിവസം കൂടുമ്പോഴും റേഡിയോ ചെക്ക് ഉണ്ടാവും. പ്രോപ്പർ ആയിട്ട് അതിന് റെസ്പോണ്ട് ചെയ്തിരിക്കണം. റേഡിയോ ചെക്ക് അല്ലാതെ പുറത്തേക്ക് കോൺടാക്ട് ചെയ്യാൻ യാതൊരു വഴിയുമില്ല. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഒരു പാനിക് ബട്ടൺ ഉണ്ട്, അത് യൂസ് ചെയ്യാം. എന്തെങ്കിലും കാരണത്താൽ ഇവിടുത്തെ ക്ലോക്കേഴ്സ് ഫെയിൽ ആയാൽ സ്ട്രേ ഡോഗ് പ്രോട്ടോകോൾ ആക്ടിവേറ്റ് ആവും. അതെന്താ സ്ട്രേ ഡോഗ് പ്രോട്ടോകോൾ? അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. എന്തെങ്കിലും മോശമായിട്ട് പറ്റിയാൽ വലിയൊരു സൈറൻ കേൾക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഉയരം കൈപ്പിടിച്ച് എങ്ങോട്ടെങ്കിലും ഒക്കെ ഓടി രക്ഷപ്പെട്ടോണം. നോക്ക്, ഇത് അത്യാവശ്യം പഴക്കമുള്ള ഒരു സ്ഥലമാണ്. സെക്കൻഡ് വേൾഡ് വാർ ടൈം മുതലേ ഇതൊക്കെ ഇവിടെ ഉണ്ട്. അന്ന് മുതലേ ഈസ്റ്റും വെസ്റ്റും ആയിട്ടുള്ള എഗ്രിമെന്റിന്റെ പുറത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഒരു വർഷമാണ് ഓരോരുത്തർക്ക് ഡ്യൂട്ടി കൊടുക്കുന്നത്. ഇന്നിപ്പോ എന്റെ ഡ്യൂട്ടി അവസാനിക്കും. ഇനി അടുത്ത 365 ദിവസത്തേക്ക് നീയാണ് ഇവിടെ കാവൽ നിൽക്കേണ്ടത്. അപ്പുറത്തെ ഈസ്റ്റേൺ സൈഡ് കൺട്രോൾ ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുള്ള അവരുടെ ആളുകളാണ്. നമ്മുടെ ഈ സൈഡ് മാനേജ് ചെയ്യുന്നത് US ആണ്. ബട്ട് ഇതൊരു ടോപ്പ് സീക്രട്ട് ആയതുകൊണ്ട് തന്നെ ഇപ്പൊ കറന്റ് റഷ്യ ഭരിക്കുന്നവർക്കോ US ഭരിക്കുന്നവർക്കോ ഇതിനെപ്പറ്റി യാതൊരു ധാരണയുമില്ല. സെക്കൻഡ് വേൾഡ് വാർ ടൈം മുതലേ കുറച്ച് ഒഫീഷ്യൽസ് മാത്രമാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. അന്ന് മുതലേ രഹസ്യമായി കീപ്പ് ചെയ്യപ്പെടുന്നു. ഒരിക്കൽ പോലും ഈ സൈഡിലുള്ള ഗവൺമെന്റുകൾക്ക്, എസ്പെഷ്യലി അവിടെയുള്ള പൊളിറ്റീഷ്യൻസിന് ഈ ഗോർജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ലേ? അത്രത്തോളം സീക്രട്ട് ആണ് ഈ മിഷൻ. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോ ഇത്രയൊക്കെ രഹസ്യമായിട്ട് ഇത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഗോർജിന് താഴെയുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഗോർജില് സം കൈൻഡ് ഓഫ് വിയേർഡ് ക്രീച്ചേഴ്സ് ഉണ്ട്. അതിനെ JD ഹോളോമാൻ എന്നാണ് പറയുന്നത്. ഹോളോമാൻ പുറത്തു വരരുത്, ഗോർജി ഇന്ന് മുകളിൽ കയറി വരരുത്. അത് എന്ത് തരത്തിലുള്ള ക്രീച്ചേഴ്സ് ആണ്, എങ്ങനെയാണ് അത് അവിടെ വന്നതെന്നുള്ള കാര്യമൊന്നും വ്യക്തമല്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ ക്രീച്ചേഴ്സ് പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത്യാധുനിക വെപ്പൺസ്, ബോംബുകൾ എക്സ്പ്ലോഡ് ആവാനുള്ള സെൻസേഴ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ രണ്ട് സൈഡിലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1940-കളിൽ 2400ഓളം ആളുകളെ ഗോർജിലേക്ക് അയച്ചിരുന്നു. ഗോർജിലുള്ള ഹോളോമാൻ ഇവർ വിളിക്കുന്ന ക്രീച്ചേഴ്സിനെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ ഗോർജിലേക്ക് പോയ 2400 ആളുകളിൽ ഒരൊറ്റ മനുഷ്യൻ പോലും തിരിച്ചു വന്നില്ല. അതിനുശേഷമാണ് ഈസ്റ്റും വെസ്റ്റും കൂടെ ചേർന്ന് ആലോചിച്ച് ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നടപ്പിലാക്കുന്നത്. രണ്ട് സൈഡുകളിലായിട്ട് ഇതുപോലെ 2 ടവേഴ്സ് പണിത് അത്യാധുനിക വെപ്പൺസ് യൂസ് ചെയ്ത് ഗോർജിലുള്ള ഹോളോമാൻ ഒരിക്കലും പുറത്തു വരാതെന്നുള്ള ഉദ്ദേശത്തിൽ അത്രത്തോളം സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചു. കൂടാതെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് 2 സൈഡിലും ഓരോരുത്തരെ നിയമിക്കും. ഇരു സൈഡിലും ഒന്നിലധികം ആളുകളെ നിയമിക്കാത്തത് ഇത് അത്ര സീക്രട്ട് ആയിട്ടുള്ള ഒരു മിഷൻ ആയതുകൊണ്ടാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോ, അല്ല നിങ്ങൾക്ക് എങ്ങനെ ഇതിനെപ്പറ്റിയൊക്കെ അറിയാം എന്ന് JDയോട് ചോദിക്കുമ്പോൾ, JDക്ക് മുമ്പ് ഇവിടെ കാവൽ നിന്ന വ്യക്തി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ലെവിയുടെ ഡ്യൂട്ടി ടൈം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ ഇവന് ശേഷം ഇവിടെ കാവൽ നിൽക്കാൻ വരുന്ന വ്യക്തിക്ക് ഇവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം കൂടെ കേട്ടിട്ട് എന്ത് തോന്നുന്നു? ഒരുമാതിരി നരകത്തിന് കാവൽ നിൽക്കേണ്ട അവസ്ഥയല്ലേ ലെവി? സംഭവം എക്സാക്ട്ലി താഴെ എന്താണുള്ളതെന്ന് അറിയത്തില്ല. എന്തായാലും അത്രത്തോളം അപകടം വിതയ്ക്കാൻ പറ്റുന്ന എന്തോ ആണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഏതായാലും ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ലെവിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാനം. അങ്ങനെ നമ്മുടെ ലെവി ചാർജ് എടുത്തു. JD ഡ്യൂട്ടി അവസാനിപ്പിച്ച് തിരികെ പോകുന്നു. ഇനി ഇങ്ങോട്ട് ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ലെവിക്ക് ചെയ്യാനുണ്ട്. അടുത്ത ഒരു വർഷത്തേക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം സ്റ്റോർഡ് ആണ്. എന്തെങ്കിലും രോഗം വരുവാണെങ്കിൽ അതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൃത്യമായി നിർവഹിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഒരു വർഷം തട്ടിമുട്ടി മുന്നോട്ട് പോവാം. നമ്മുടെ ലെവി ഒരു പ്രൊഫഷണൽ കവിതാകൃത്താണ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും പുള്ളിക്കാരൻ അത്യാവശ്യം നന്നായിട്ട് കവിതകളൊക്കെ എഴുതാറുണ്ട്. അവന്റെ കവിതകളെ പറ്റി അവന് വലിയ മതിപ്പില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പുള്ളിക്കാരൻ എഴുതാറുണ്ട്. ആദ്യത്തെ ദിവസം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു, ഭക്ഷണമൊക്കെ കഴിച്ചു, എന്തൊക്കെയോ കവിതകൾ ചെറുതായിട്ട് കുറിക്കുന്നുണ്ട്. ദെൻ കിടന്നുറങ്ങി. ശേഷം അടുത്ത ദിവസം ഇവിടെ നമ്മുടെ JD ഡ്യൂട്ടി അവസാനിപ്പിച്ച് തിരിച്ചു പോകാനായിട്ട് ചെല്ലുകയാണ്. ആ ഗോർജിന് ഇവിടുന്ന് കുറേ ദൂരം നടന്ന് നീങ്ങി ഇപ്പറ വന്നു കഴിഞ്ഞിട്ടാണ് ഇവനെ പിക്ക് ചെയ്യാനുള്ള ഹെലികോപ്റ്റർ വരുന്നത്. കോപ്റ്ററിൽ നിന്ന് റോപ്പ് ഇട്ട് കൊടുത്തു. JD തന്റെ ശരീരം കോപ്റ്ററിൽ കണക്ട് ചെയ്ത് അങ്ങനെ അവനെ മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ്. JDയെ കോപ്റ്ററിലേക്ക് കയറ്റുന്നതിന് മുന്നേ തന്നെ JDയുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു. JDയും ഭയങ്കര സന്തോഷത്തിൽ അവന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഒരു വർഷത്തിന് ശേഷം വീട്ടിലേക്ക് തിരികെ പോലെ അതിന്റെ സന്തോഷത്തിലാണ് ആള്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അവന്റെ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല. കാരണം ഹെലികോപ്റ്ററിലുള്ളവൻ ഗണ്ണെടുത്ത് നമ്മുടെ JDയെ ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞേ. ദെൻ ആ റോപ്പ് കട്ട് ചെയ്ത് അവന്റെ ശരീരം താഴേക്ക് ഇട്ടു. ഒരു വർഷം ഈ രഹസ്യം കീപ്പ് ചെയ്യാനായിട്ട് ഇവിടെ വർക്ക് ചെയ്തവനാണ്. അവന്റെ ഡ്യൂട്ടിയൊക്കെ ഭംഗിയായി നിർവഹിച്ച് സന്തോഷത്തോടെ തിരികെ വീട്ടിൽ ചെല്ലാമെന്ന് കരുതിയപ്പോൾ ജോലി ഏൽപ്പിച്ചവർ തന്നെ അവനെ കൊന്നു കളയുന്നു. ഇവിടുത്തെ രഹസ്യമായിരിക്കണമല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സൂയിസൈഡ് മിഷനാണ്. നമ്മുടെ ഹീറോയും ഇതിൽ പെട്ടുപോയി. ദെൻ ഒക്ടോബർ മാസം. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ഗോർജിലെ ജീവിതം പതിവായിട്ടുണ്ടല്ലോ. സ്ഥിരമായി എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോവാണ്. 30 ദിവസം കൂടുമ്പോഴുണ്ടാകുന്ന റേഡിയോ ചെക്കിൽ ഗോർജിലെ ആദ്യത്തെ ഒരു മാസത്തിലെ കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞു കൊടുത്തു. ഇവിടുന്ന് പുറത്തേക്ക് ആദ്യം പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഈ റേഡിയോ ചെക്ക് മാത്രമാണ്.
അതിലൂടെ നമ്മുടെ ഹീറോയ്ക്ക് അപ്പുറത്തുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇവൻ എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ അവരതിന് റെസ്പോണ്ട് ചെയ്യത്തില്ല. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ജോലി തന്നെ. ഒരാളോടും സംസാരിക്കാനില്ലാതെ എത്ര ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എങ്ങനെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കും? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ടവരോട് ഒരു ദിവസം പോലും സംസാരിക്കാതിരിക്കാൻ പറ്റൂല. അപ്പോഴാണ് ഇവനൊക്കെ ഇങ്ങനെ. അങ്ങനെ ഇരിക്കെ ഈ ടവറിൽ പുസ്തകങ്ങളൊക്കെ കീപ്പ് ചെയ്തിരിക്കുന്ന ഷെൽഫിന് പുറകിലായിട്ട് ഇതിനു മുമ്പ് ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ആളുകൾ ഓരോ കോഡ്സ് ഒക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. നമ്മുടെ ലവിയും ആ ഒരു ഷെൽഫ് മാറ്റി ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്ന കോഡ്സ് ഒക്കെ വായിച്ചു നോക്കുന്നു. 1947 ആദ്യമായിട്ട് ഇവിടെ ഒരാളെ ജോലിക്ക് നിയമിക്കുന്നത്. അദ്ദേഹമാണ് ഇദ്ദേഹം, ക്യാപ്റ്റൻ ബ്രാഡ്ഫോർഡ് ഷോ. ഇദ്ദേഹത്തിന് ശേഷം ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ആരും ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ജോലി ഏൽപ്പിച്ചവർ തന്നെ ഇവരെ ഇല്ലാണ്ടാക്കുമല്ലേ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ ഹീറോയ്ക്ക് അപ്പുറത്തുള്ള ടവറിൽ നിന്ന്, അതായത് ഈസ്റ്റ് ടവറിൽ നിന്ന് തടിയൊക്കെ കട്ടി ഇന്നതിന്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ സ്കോപ്പ് ചെയ്ത് അങ്ങോട്ട് നോക്കി. അവിടെയുണ്ട് നമ്മുടെ ഹീറോയിൻ ദ്രാസ. അവൾ അവിടെ എന്തോ ആവശ്യത്തിന് വേണ്ടി തടിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ഇവിടുന്ന് സ്കോപ്പ് ചെയ്ത് അങ്ങോട്ട് നോക്കിയപ്പോൾ അത്രയും ദൂരെ ആയിരുന്നിട്ടും പുള്ളിക്കാരിക്ക് അത് മനസ്സിലാവുന്ന പോലെ അവൾ ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അല്ല, ഇതെങ്ങനെ സെൻസ് ചെയ്യാൻ പറ്റി? ഇത്രയും ദൂരെ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? രണ്ടാളും പ്രൊഫഷണൽ സ്നൈപ്പേഴ്സ് ആണ് എന്ന് വെച്ച് ഇങ്ങനെയൊക്കെ സെൻസ് ചെയ്യാൻ പറ്റുമോ? അന്നേരത്തെ ഇടി വിട്ടുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോ പേടിച്ച് ഞെട്ടി എണീറ്റു. അവന് കുറച്ച് ട്രോമ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. രാത്രി വെപ്രാളപ്പെട്ട് ചാടി എണീറ്റ് ഗണ്ണൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവന്റെ കാലിലൊരുമാതിരി വല്ലാത്ത പെരുപ്പ്, വല്ലാത്തൊരു വേദന. എന്ത് പറ്റിയെന്ന് വെച്ചാൽ വെപ്രാളപ്പെട്ട് ചാടി എണീറ്റപ്പോൾ സൈഡിലിരുന്ന ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടി ആ കുപ്പിച്ചില്ലിലോട്ടാണ് പുള്ളി ചവിട്ടിയത്. കാലം കുറഞ്ഞ് ചില്ല് കുറച്ചകത്ത് കയറിയിട്ടുണ്ട്. പതിയെ അവിടെ ഇരുന്ന് ചില്ലൊക്കെ റിമൂവ് ചെയ്ത് മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അപ്പുറത്തെ ടവറിലേക്ക് ഒന്നുകൂടെ സ്കോപ്പ് ചെയ്ത് നോക്കും. കണ്ടില്ലേ, ദ്രാസ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ഇവൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായതും പുള്ളിക്കാരി അവിടെ കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരികൾക്ക് എടുത്തുന്നത് കാണാം. ഇതെങ്ങനെ ഇവൾക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഒന്നാമതേ രാത്രി, അതിന്റെ കൂടെ ശക്തമായി മഴയും പെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഇവനിങ്ങനെ സ്കോപ്പ് ചെയ്ത് നോക്കിയതൊക്കെ എങ്ങനെ പുള്ളിക്കാരിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു? പ്രൊഫഷണൽ സ്നൈപ്പർ അല്ലേ, പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടെന്ന് നമുക്കങ്ങ് വിചാരിക്കാം. ദെൻ നവംബർ മാസം ഈസ്റ്റ് സൈഡിലെ ടവറിൽ നമ്മുടെ ദ്രാസ ഒരു കേക്കിന് മുകളിൽ മെഴുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ഒറ്റയ്ക്കൊരു സെലിബ്രേഷനിലാണ്. ഇന്ന് പുള്ളിക്കാരുടെ ബർത്ത്ഡേ ആണ്. കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ആരുമില്ലല്ലോ, വിഷ് ചെയ്യാനും ആരുമില്ല. ഇങ്ങനൊരു ജോലി ആയിപ്പോലെ. അതുകൊണ്ട് പറ്റുന്ന പോലെ ഇവള് തന്നെ അങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഈസ്റ്റ് വെസ്റ്റ് ടവേഴ്സിലുള്ളവർ പരസ്പരം കോൺടാക്ട് ചെയ്യരുത് എന്നൊക്കെയാണെങ്കിലും ഇന്നത്തെ ദിവസം ഈ നിയമം നമ്മുടെ ഹീറോയിനെ തെറ്റിക്കുന്നുണ്ട്. സ്കോപ്പ് ചെയ്ത് ഹീറോയെ നോക്കിയപ്പോൾ അവൻ അപ്പുറത്തെ സൈഡിലിരുന്ന് അവന്റെ ഡയറിയിൽ എന്തൊക്കെയോ ഇങ്ങനെ എഴുതുവാണ്. ഇവളുടനെ അത്യാവശ്യം വലിയൊരു ബുക്ക്ലെറ്റിൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് എഴുതിക്കൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് ഗൺ ഫയർ ചെയ്തു. വെടിവെച്ച് കേട്ട് ഹീറോ സ്കോപ്പ് ചെയ്ത് നോക്കിയപ്പോൾ ഇവളിങ്ങനെ എഴുതി ചോദിക്കുന്നത് കണ്ടു. അതിന് ഇവന്റെ മറുപടി നമ്മൾ പരസ്പരം കോൺടാക്ട് ചെയ്യാൻ പാടില്ലാത്തവരാണ് എന്നാണ്. ഉടൻ അവൾ, എന്റെ പേര് ദ്രാസ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഇന്ന് എനിക്ക് ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും എന്ന്. ഹീറോയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു. ബോർഡിൽ ഇവന്റെ പേര് എഴുതി കാണിച്ചു. അതേപോലെ അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഒരു ഗ്ലാസ് റേസ് ചെയ്യാന്ന് പറഞ്ഞ് ഇരുവരും രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഗ്ലാസ് ഒക്കെ റേസ് ചെയ്യുന്നുണ്ട്. ദ്രാസ അവളുടെ ടവറിൽ വളരെ ഉച്ചത്തിൽ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മുടെ ഹീറോയോടും ഡാൻസ് കളിക്കാൻ ആവശ്യപ്പെട്ടു. അവനൊരു ടെറിബിൾ ഡാൻസറാണ്, ഡാൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പുള്ളിയുടെ മറുപടി. ഓ, ഡാൻസ് ചെയ്യാൻ അറിയില്ലല്ലേ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിരിക്കുമല്ലോ. ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾ അടിപൊളി എന്ന് ഹീറോയോട് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് ഷൂട്ട് ചെയ്യാനാണെന്നാണ്. പ്രൊഫഷണൽ സ്നൈപ്പർ അല്ലേ, അതവന്റെ ജോലിയാണ്, അതിലവൻ പെർഫെക്റ്റ് ആണെന്ന്. എങ്കിൽ പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന കുപ്പിയിലൊട്ടൊന്ന് ഷൂട്ട് ചെയ്തേന്ന് അവള്. അയ്യോ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഹീറോ അവിടുന്ന് മാറിപ്പോയപ്പോൾ ഹീറോയുടെ സൈഡിലുണ്ടായിരുന്ന ഒരു കുപ്പിയിലേക്ക് നമ്മുടെ ഹീറോയിൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇവരും കണ്ണെടുത്ത് അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് കുപ്പി പൊട്ടിച്ച് അവന്റെ കഴിവ് തെളിയിച്ചു. അവളത് കൈയടിച്ച് അപ്രീഷിയേറ്റ് ചെയ്തത് കൂടാതെ അവളുടെ തലയിൽ ഒരു കുപ്പി എടുത്ത് വെച്ച് അതും ഷൂട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് താഴെ എന്തോ ഒരു മൂവ്മെന്റ് പുള്ളിക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇരുവരും താഴേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഗോർജിൽ ഇത്തരത്തിലുള്ള കുറെ വിയേർഡ് ക്രീച്ചേഴ്സ് ആണുള്ളത്. അവർ മുകളിലേക്ക് വരാതിരിക്കാനായിട്ട് സൈഡിലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ബോംബ് കുറച്ച് പൊട്ടുന്നുണ്ടെങ്കിലും പിന്നെയും കുറെ ക്രീച്ചേഴ്സ് മുകളിലേക്ക് കയറി വരുന്നുണ്ട്. തുടർന്ന് മുകളിലേക്ക് വരുന്ന ഈ ഹോളോമാനെ, ഈ ക്രീച്ചേഴ്സിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ് ഹീറോയിനും. ഇവരെ ഷൂട്ട് ചെയ്യുന്നത് കൂടാതെ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബോംബുകളൊക്കെ ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഗൺസിൽ നിന്ന് ഫയർ ചെയ്യപ്പെട്ട് ഒരുപാട് ക്രീച്ചേഴ്സ് കൊല്ലപ്പെടുന്നുണ്ട്. സ്റ്റിൽ ഒത്തിരി ക്രീച്ചേഴ്സ് മുകളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റ് സൈഡിലേക്ക് കയറി ചെന്ന ക്രീച്ചേഴ്സിനൊക്കെ അപ്പുറത്തുനിന്ന് ഹീറോയിനും അതേപോലെ തന്നെ ഈസ്റ്റ് സൈഡിലേക്ക് കയറി ചെന്ന ക്രീച്ചേഴ്സിനൊക്കെ ഇപ്പുറത്തുനിന്ന് നമ്മുടെ ഹീറോയും ഷൂട്ട് ചെയ്ത് വീഴുന്നുണ്ട്. ഇരുവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച ഒരു വിധത്തിൽ തൽക്കാലം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മുകളിലേക്ക് കയറി വന്ന ക്രീച്ചേഴ്സിനൊക്കെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താൻ സാധിച്ചു. എന്നാൽ ഇതിനിടെ ഉണ്ടായ എക്സ്പ്ലോഷനിൽ നമ്മുടെ ദ്രാസയ്ക്ക് സാരമായി പരിക്കേറ്റ് അവളെ വീണു പോകുന്നുണ്ട്. ശരീരം മുറിഞ്ഞിട്ടും അവളെ കൊണ്ട് പറ്റുന്ന പോലെ ഫൈറ്റ് ചെയ്തു. കൃത്യമായി ഹീറോ ഹെൽപ്പ് ചെയ്തതുകൊണ്ട് ഇത്തവണ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവസാനിച്ചു. ദെൻ പുള്ളിക്കാരി ആവശ്യമായ മരുന്നൊക്കെ വെച്ച് കഴിഞ്ഞ് ഇതാണ് തന്റെ ബെസ്റ്റ് ബർത്ത്ഡേ എന്നിങ്ങനെ എഴുതി കാണിക്കും. ദെൻ അതിനൊക്കെ ശേഷം അടുത്ത ദിവസം നമ്മുടെ ഹീറോ ഗോർജിൽ അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞ ദിവസം എക്സ്പ്ലോഷൻ ഉണ്ടായി പൊട്ടി തകർന്നു പോയ ബോംബുകളൊക്കെ മാറ്റി പുതിയ ബോംബുകളൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും താഴേന്ന് ക്രീച്ചേഴ്സ് കയറി വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലാസ്റ്റ് ആയി അവർ നശിക്കണ്ടേ. ആവശ്യത്തിന് ബുള്ളറ്റുകളും ബോംബുകളും ഒക്കെ അവരുടെ ടവറിലുണ്ട്. അതെല്ലാം ആവശ്യാനുസരണം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡ്രോൺ അവിടെ വന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീക്ഷിച്ചിട്ട് അവിടെ നിന്ന് മാറി പോകുന്നുണ്ട്. ഇത് ആര് കൺട്രോൾ ചെയ്യുന്ന ഡ്രോൺ ആണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഒരുപക്ഷെ ഇവനെ ഇങ്ങോട്ട് അയച്ചവർ ഇവനെ വീക്ഷിക്കുന്നതാവാം. ദ്രാസയും ഇതെല്ലാം കാണുന്നുണ്ട്. അവിടുന്ന് കിട്ടിയതാൽ ഡിസംബർ മാസം ക്രിസ്മസ് ടൈമായി. ക്രിസ്മസിന് നമ്മുടെ ഹീറോ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കുന്നുണ്ട്. അവിടെയുള്ള ബൾബുകളെല്ലാം ഇങ്ങനെ ട്രീക്ക് ചുറ്റും സെറ്റ് ചെയ്ത് പറ്റുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പ്. ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിഷ് ചെയ്തു. സ്നോ ഉപയോഗിച്ച് നമ്മുടെ ലെവി ദ്രാസയെയും ദ്രാസ ലെവിയെയും ഒക്കെ അവരവരുടെ സ്ഥലങ്ങളിൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വോക്കലി അടുത്ത്
കണ്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു. അടുത്തില്ലെങ്കിലും ഇരുവരും അത്യാവശ്യം അടുത്ത് പോയി. ലോങ് ഡിസ്റ്റൻസ് എന്ന് തന്നെ പറയാം. ദെൻ ഫെബ്രുവരി മാസം ഒരു ദിവസം രാത്രി നമ്മുടെ ഹീറോ ഞെട്ടി എണീറ്റു. അവന്റെ ട്രോമാസ് ഒക്കെ കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവന് ഇടയ്ക്കിടെ ഉണ്ടാവാറുണ്ടല്ലോ. എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് ടവറിലേക്ക് നോക്കി കൈ ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ ലൈഫിൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീൽ തോന്നാറില്ലേ? പെട്ടെന്ന് ദ്രാസ ഇവനങ്ങ് മിസ് ചെയ്തു. അവൾ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇവന് തോന്നിപ്പോയൊരു നിമിഷം. അവൾക്കും അത് മനസ്സിലാകുന്നുണ്ട്. അതിനോ നമ്മളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഫീൽ എന്താണെന്ന് എക്സാക്ട്ലി മനസ്സിലാക്കാൻ പറ്റും. ഡിസ്റ്റൻസ് കൊണ്ട് ഒരുപാട് ദൂരത്താണെങ്കിലും മനസ്സുകൊണ്ട് ഇവരും ഒരുപാട് അടുത്തു എന്ന് പറയേണ്ടി വരും. ദ്രാസയ്ക്ക് വേണ്ടി അവളെ മനസ്സിലോർത്ത് ഇവൻ കവിതയൊക്കെ എഴുതുന്നുണ്ട്. ഫെബ്രുവരി 14 തീയതി നമ്മുടെ ദ്രാസ ഒരു സാഡ് സോങ് ഒക്കെ പ്ലേ ചെയ്ത് അവളുടെ അച്ഛന്റെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. കാരണം അവളുടെ അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഫെബ്രുവരി 14 തീയതി വാലന്റൈൻസ് ഡേയിൽ അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന്. നാട്ടിൽ അത് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്ലാൻ ചെയ്ത പോലെ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം അവസാനിപ്പിച്ചിട്ടുണ്ട്. ആ വിഷമത്തിലിരിക്കുന്ന ദ്രാസയോട് എന്ത് പറ്റിയെന്ന് നമ്മുടെ ഹീറോ ചോദിച്ചപ്പോൾ, ഇന്ന് എനിക്കൊരു വളരെ മോശം ദിവസമായിരുന്നു, നീ എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു എന്ന് അവൾ ഇങ്ങനെ എഴുതി കാണിക്കും. ഹീറോയ്ക്ക് അതൊരുമാതിരി അങ്ങ് വല്ലാണ്ട് ഫീൽ ചെയ്തു. ഭയങ്കര വല്ലാത്തൊരു മിസ്സിംഗ് ആണിത്. നമ്മുടെ ഫേവറേറ്റ് പേഴ്സൺ നമ്മളിന്ന് അത്യാവശ്യം ഡിസ്റ്റൻസിലാണെങ്കിൽ, ലോങ് ഡിസ്റ്റൻസിലൊക്കെ ആണെങ്കിലും പ്രോപ്പറായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ അവരെ മിസ് ചെയ്യുന്നതിന് കയ്യും കണക്കുണ്ടാകത്തില്ല. എന്ത് പണ്ടാരം ചെയ്തിട്ടാണെങ്കിലും അങ്ങോട്ടൊന്ന് എത്തിയാൽ മതി, അവിടെ നിന്ന് പോയാൽ മതി എന്നുള്ളൊരു ഫീൽ വരും. ലവിക്കും ഇതേ ഫീൽ അടിച്ചിട്ട് പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്ന ഒരു മിസൈലിലെ എക്സ്പ്ലോസീവ്സ് ഒക്കെ എടുത്ത് മാറ്റി അതിലൊരു വലിയ കേബിൾ കണക്ട് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ആ മിസൈൽ അയച്ചു. ലവി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുകയാണെന്ന് മനസ്സിലാക്കിയ ദ്രാസയും ഓടിച്ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു. കേബിൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടൈ ചെയ്തു. അങ്ങനെ അവൾക്ക് കൊടുക്കാൻ കുറച്ച് പൂവൊക്കെ കളക്ട് ചെയ്ത് പുള്ളിക്കാരൻ കേബിൾ വഴി നേരെ അപ്പുറത്തേക്ക് പോകുന്നു. ഏതാണ്ട് ഒരു 1/4 ഭാഗത്തോളം അത്യാവശ്യം സ്പീഡിൽ വരാൻ പറ്റിയെങ്കിലും പിന്നെ അങ്ങോട്ടുള്ള ഭാഗം ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് കയറി ചെല്ലേണ്ടി വന്നു. 2 ടവറുകളും തമ്മിൽ അത്രത്തോളം ദൂരമുണ്ട്. ഇനീഷ്യലി പുഷ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സിൽ അങ്ങ് വരെ പോകാൻ പറ്റത്തില്ല. ഏതായാലും ഇപ്പുറത്തെത്തി ദ്രാസയ്ക്ക് പൂവൊക്കെ കൊടുത്തു. അവളാണെങ്കിൽ ഇവൻ വരുന്നത് അറിഞ്ഞ് ഇവന് വേണ്ടി റാബിറ്റ് പൈ ഒക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് വന്നത് ഈ ഗോർജ് ക്രോസ് ചെയ്തായതുകൊണ്ട് നമ്മുടെ ഹീറോ ഒരുമാതിരി വല്ലാത്ത സ്മെല്ലായിരുന്നു. കാരണം താഴെയുള്ള ക്രീച്ചേഴ്സിന്റെ ഒക്കെ ഒരുമാതിരി വൃത്തികെട്ട സ്മെല്ല് അടിച്ച് കയറി ഇവന്റെ ശരീരം കൂടെ അങ്ങ് നാറി. അതുകൊണ്ട് ആദ്യം കുളിക്കാൻ പറഞ്ഞു വിട്ടു. ഇവനും നേരെ പോയി കുളിക്കുന്നു. ആ സമയത്ത് ഇവന്റെ തുണി ബാത്റൂമിന്റെ തൊട്ട് പുറത്തിട്ടിരുന്ന തുണി എടുത്ത് ഇവള് കുറച്ചപ്പുറത്തായിട്ട് മാറ്റിയിടും. കുളിച്ചിട്ടിറങ്ങി നമ്മുടെ ഹീറോയ്ക്ക് നാണം വന്നു. ദ്രാസ ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഓടിപ്പോയി തുണി എടുത്തേക്കെന്ന് കരുതി ഓടിപ്പോകുന്നുണ്ടെങ്കിലും അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എല്ലാം കണ്ടു. വാട്ടോർ ശേഷം ഇരുവരും നേരത്തെ ചെയ്തിട്ടുള്ള മിഷൻസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ അപ്പുറത്തു നിന്നൊക്കെ കൃത്യമായി നമ്മുടെ ഹീറോ സ്നൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഓ 3 കിലോമീറ്ററോ? സത്യം പറ, ലാസ്റ്റ് ഇയർ മെയ്യിലെ യമനിലെ ആ ഒരു ഷോട്ട് എടുത്തത് നിങ്ങളല്ലേ? അത്രയും ദൂരെ നിന്ന് കൃത്യമായി ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെ പോലെ ഒരാളായിരിക്കണം. നിങ്ങൾ തന്നെയല്ലേ അത്? ഏയ് ഞാനല്ല, ആ മിഷനിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ആക്ച്വലി അതാണല്ലോ വേൾഡ് റെക്കോർഡ്, 3.8 കിലോമീറ്റേഴ്സ് ദൂരെ എന്നുള്ള ഷോട്ട്. ഇരുവരും പരസ്പരം ഇങ്ങനെ പ്രൊഫഷണൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുറേ കൂടെ ക്ലോസ് ആവുന്നുണ്ട്. ഗോർജിനെ പറ്റിയുള്ള രഹസ്യങ്ങൾ അറിയാൻ, കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഹീറോയ്ക്ക് നല്ല ആഗ്രഹമുണ്ട്. ദ്രാസയ്ക്ക് അതിൽ വലിയ താല്പര്യമില്ല. കൂടുതൽ കാര്യങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ലവിക്ക് അങ്ങനെയല്ല. ഗോർജിനെ പറ്റിയുള്ള സത്യങ്ങൾ അറിയണമെന്ന് ഇത്തിരിയേറെ നിർബന്ധമുള്ള പോലെ. കാരണം മുൻപൊരിക്കൽ ഇവനൊരു മിഷൻ ചെയ്യാൻ പോയ സമയത്ത് ഇവന് മിഷൻ കൊടുത്ത ആളുകൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ഇവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. സത്യം ഇവനോട് പറഞ്ഞില്ല. പിന്നീട് ആ സത്യം അറിഞ്ഞപ്പോൾ ഇവൻ അതിന്റെ പേരിൽ ഒരുപാട് വിഷമിച്ചു. ഇപ്പോഴും അതിന്റെ ട്രോമയിലാണ് ഇവൻ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ലവിയുടെ ഉറക്കം കെടുത്തുന്ന ആ ഒരു ഓർമ്മ ഇതാണ്. അതുകൊണ്ട് ഏതൊരു മിഷൻ ഇറങ്ങി പുറപ്പെട്ടാലും അതിന്റെ പുറകിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നാണ് ഹീറോയുടെ പക്ഷം. ഇവർ ചെയ്യുന്ന ജോലി ഇങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് പിന്നീട് കുറ്റബോധം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അന്ന് രാത്രി രണ്ടാളും പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ഒരു ടെറിബിൾ ഡാൻസർ ഒന്നും അല്ല കേട്ടോ. പുള്ളിക്കാരന്റെ വിനയ കൂടുതൽ കാരണം നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാണ്. അങ്ങനെ ഒരു നൈറ്റ് മുഴുവൻ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത പകൽ ഹീറോ അവന്റെ ടവറിലേക്ക് തിരികെ പോകുന്നു. അൺഫോർച്ചുനേറ്റ്ലി അപ്പുറത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ആ സൈഡിൽ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടായി. കാരണം താഴെയുള്ള ആ ക്രീച്ചേഴ്സ് മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. എക്സ്പ്ലോഷനിൽ ഹീറോയെ അപ്പുറത്തേക്ക് പോകാനുള്ള കേബിളും പൊട്ടി ഹീറോ താഴേക്ക് വീഴുന്നേ. ഇവൻ പാരഷൂട്ടൊക്കെ കണക്ട് ചെയ്തിരുന്നു. പാരഷൂട്ടൊക്കെ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാലും വീണിരിക്കുന്നത് എങ്ങോട്ടാണ്? ഗോർജിലേക്ക്. അവിടെയുള്ള വിയേർഡ് ക്രീച്ചേഴ്സിന്റെ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവൻ തിരിച്ചു കിട്ടത്തില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ 2400 ആളുകൾ ആ ക്രീച്ചേഴ്സിനെ നേരിടാൻ പോയിട്ട് ഒരാൾ പോലും തിരിച്ചു വന്നില്ലല്ലോ. അങ്ങനെയുള്ളപ്പോഴാണ് ഒറ്റയ്ക്കൊരുത്തൻ പ്രോപ്പറായിട്ട് ആയുധങ്ങൾ പോലും ഇല്ലാതെ താഴേക്ക് വീണിരിക്കുന്നത്. ഇത് കണ്ടത് നമ്മുടെ ദ്രാസ രണ്ടും കൽപ്പിച്ച് അത്യാവശ്യം ആയുധങ്ങളും പാരഷൂട്ടും ഒക്കെ എടുത്ത് നേരെ താഴേക്ക് ചാടി. ലവിയെ രക്ഷിക്കാൻ താഴേക്ക് ചാടി അവൾ നേരെ ഒരു പുഴയിലേക്കാണ് വീഴുന്നത്. അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒരു പുഴയിലേക്ക്. ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് പുള്ളിക്കാരി ആ വെള്ളത്തിൽ നിന്ന് പിടിച്ച് കരയിൽ കയറി ഗണ്ണെടുത്ത് എന്തിനും തയ്യാറായി നമ്മുടെ ലവിയെ തേടി പോകുന്നു. അവനാവട്ടെ അവന്റെ പാരഷൂട്ടൊക്കെ ഇവിടെയുള്ള ഒരു മരത്തിൽ കുരുങ്ങി ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ദേ കാണാൻ പറ്റുന്നില്ലേ? വളരെ വിചിത്രമായ ജീവികളൊക്കെയാണ് ഗോർജിലുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായ മനുഷ്യനെ പോലും തിന്നുന്ന ജീവികളൊക്കെ. ഇവിടെ പ്ലാന്റ്സിന് പോലും ജീവനുണ്ടെന്ന് പറയാം. ദേ മരങ്ങൾ പോലും ചലിക്കുന്നുണ്ട്. ബോധം എന്ന ഹീറോ അവന്റെ തൊട്ട് മുന്നിൽ അവനെ ആക്രമിക്കാൻ വരുന്ന മൃഗത്തെ കണ്ട് അതിന് നേരെ ഷൂട്ട് ചെയ്ത് ചരിഞ്ഞു തിരിഞ്ഞ് നേരെ താഴേക്ക് വീണു. നേരെ വീണതാവട്ടെ ഒരു മരത്തിന്റെ അണ്ണാക്കിലേക്ക്. അതായത് ഇതൊരു പ്ലാന്റ് ആണ്, അതിന്റെ വായിലേക്ക് വീണ്. അതിന്റെ അണ്ണാക്കിലാണെങ്കിൽ ഈ പശ പോലെ എന്തോ ഉണ്ടായിരുന്നു. ഇവൻ അങ്ങോട്ട് എഴുന്നേക്കാനും പറ്റുന്നില്ല. മൊത്തം ശരീരം മൊത്തം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. കൂടാതെ 4 കോണിന്ന് പല്ലുകൾ വന്ന് നമ്മുടെ ഹീറോ അങ്ങ് വിഴുങ്ങാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ പാവത്തിന്റെ അവസ്ഥ. താഴേക്ക് വീണ പോലെ പാറയിലും തലയിടിച്ച് ചത്താലോ, വെള്ളത്തിൽ വീണ് മുങ്ങി വരച്ചാലോ, ഓട്ടെ നിക്കർ വെള്ളി കെട്ടി തൂങ്ങിയ പോലെ ഇതിനേക്കാളും അന്തസ്സുണ്ടായിരുന്നു. ഇതിപ്പോ മരം അവനെ പിടിച്ച് തിന്നാൻ നോക്കണം. മരം.
നമ്മുടെ ലെവിക്ക് അഥവാ ലീവയ്ക്ക് ഈ മരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ അതോ മരം അവനെ പിടിച്ച് തിന്നുവോ, ദ്രാസ ഇവനെ കണ്ടുപിടിക്കുകയോ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ സിനിമയുടെ അടുത്ത പാർട്ടിലുണ്ടാവും. അത്യാവശ്യം ഡ്യൂറേഷൻ ഉള്ള ഒരു സിനിമയാണ്, വല്ലാണ്ട് നമ്മുടെ വീഡിയോയുടെയും ഡ്യൂറേഷൻ കൂടി പോകുന്നു. സോ 2 പാർട്ടാകാമെന്ന് കരുതി അടുത്ത ഭാഗത്തിന്റെ ലിങ്ക് ദേ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സ്ക്രീനിൽ അപ്പിയർ ആയിട്ടുള്ള ഈ ഒരു കാർഡിൽ ടച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്താൽ പാർട്ട് 2 എന്ന് പറഞ്ഞ് അവിടെയും ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടത് വെച്ച് ദ ഗോർജ് എന്ന സിനിമ എങ്ങനെയുണ്ട്? ഇത്രയും സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഇതുവരെയുള്ളത് ഇഷ്ടപ്പെട്ടോ? പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിച്ചിട്ട് നേരെ സിനിമയുടെ അടുത്ത ഭാഗം കാണാനായിട്ട് ലിങ്കിൽ ടാപ്പ് ചെയ്തു.